അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഭൗതികമായ ഈ ലോകത്തെ ജീവിതത്തിന് ഒരു ആയുസ് നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മൾക്ക് നിശ്ചയിച്ച ആ സമയത്തിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്കും ജീവിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതം അവസാനിക്കുന്നതോടുകൂടെ ആത്മീയമായ നമ്മുടെ പുതിയ ലോകത്തെ ജീവിതം ആരംഭിക്കുകയാണ്. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യനോട് സത്യവിശ്വാസികളായ ആളുകൾക്ക് ധാരാളം ബാധ്യതകളുണ്ട്. ഒരാൾ മരിച്ചാൽ ആ മനുഷ്യനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കണം, തുടർന്ന് അദ്ദേഹത്തെ ഖബറടക്കുകയും വേണം. ഖബറടക്കത്തോടുകൂടി ബാധ്യതകൾ തീർന്നോ? പിന്നെയും ആ ആളെ നമ്മൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും വേണം. അപ്പോൾ മരണപ്പെട്ടുപോയ മനുഷ്യന്മാരെ ഓർക്കുക, ആ ആളുകൾക്ക് വേണ്ടിയിട്ട് പുണ്യങ്ങൾ ചെയ്യുക, ഇതെല്ലാം മുസ്ലിമീങ്ങളായ ആളുകളുടെ ബാധ്യതയാണ്. സ്വഹീഹായ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥനയുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, കുൻതു നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഖബർ സിയാറത്തിനെ ഇസ്ലാം അംഗീകരിച്ചിരുന്നില്ല. തൗഹീദ് ജനങ്ങൾക്ക് തീർത്തും മനസ്സിലായി ബോധ്യപ്പെട്ടതിന്റെ ശേഷമാണ് ഖബർ സിയാറത്ത് അനുവദിക്കുന്ന തലത്തിലേക്ക് ഇസ്ലാമിന്റെ കൽപ്പനകൾ വന്നത്. ആദ്യ കാലഘട്ടത്തിലൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചാൽ ആ ആളൊരു പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ ശവകുടീരങ്ങൾ ഉയരുകയും അവരെ ആരാധ്യ വസ്തുവായി കാണുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ തൗഹീദ് നന്നായി പഠിക്കുന്ന ഒരു കാലഘട്ടം വരെ ഖബർ സിയാറത്തിനെ ഇസ്ലാം അനുവദിച്ചതേയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേൾക്കൂ, കുൻതു നഹൈതുകും, ഞാൻ നിങ്ങളെ വിരോധിച്ചിരുന്നു അൻ സിയാറത്തിൽ ഖുബൂർ, ഖബർ സിയാറത്തിനെ തൊട്ട്. അങ്ങനത്തെ ഒരു ഘട്ടം ഇസ്ലാമിന്റെ ആദ്യകാലത്തുണ്ടായിരുന്നു. പിന്നീട് തൗഹീദ് എന്താണെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, വേറെ ഒന്നിനെയും ആരാധിക്കരുത് എന്ന കൃത്യമായ ബോധം ജനങ്ങൾക്ക് നൽകിയതിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഫസൂറുഹാ, ഇനി നിങ്ങൾക്ക് ഖബർ സിയാറത്ത് നടത്താം. ഖബർ സിയാറത്ത് നടത്താനുള്ള തലത്തിലേക്ക് മനുഷ്യന്മാർ ഈമാൻ കൊണ്ട് ശക്തരായപ്പോൾ ഇസ്ലാം അതിനു വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ്. മാത്രമല്ല അതിന്റെ പൊരുളുകൾ എന്താണ് എന്ന് കൂടി പഠിപ്പിച്ചു തന്നു. ഫഇന്നഹാ തുസഹിദു ഫിദ്ദുനിയ. ഈ ഹദീസിൽ ഖബർ സിയാറത്ത് കൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്ന രണ്ട് നേട്ടങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ പഠിപ്പിച്ചു തരാൻ. ഒന്നാമത്തെ ഗുണം എന്താണ്? തുസഹിദു ഫിദ്ദുനിയ, ദുനിയാവിനോട് നിങ്ങൾക്ക് വിരക്തി ഉണ്ടാക്കും. ദുനിയാവിനോട് നിങ്ങൾക്ക് താല്പര്യം കുറച്ചു തരും ഖബർ സിയാറത്ത് നടത്തിയാൽ. ഖബർ സിയാറത്ത് നടത്തിയാൽ സ്വാഭാവികമായിട്ടും ആ ബോധ്യങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുമല്ലോ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നമ്മുടെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതിന്റെ എത്രയോ മടങ്ങ് ആളുകൾ ഈ പള്ളിപ്പറമ്പുകളിൽ, ഈ ഖബർസ്ഥാനുകളിൽ കിടക്കുകയാണ്. നമ്മളെക്കാണ് പ്രായം കുറഞ്ഞ ആളുകൾ ഇവിടെ ഈ ഖബറിൽ കിടക്കുന്നുണ്ട്. ഇവിടെ കൂടിയ ആളുകൾ പലരുടെയും ഭാര്യമാര് ഖബറിലുണ്ട്. നമ്മുടെ നാട്ടിലെ സഹോദരിമാർ പലരുടെയും ഭർത്താക്കന്മാര് ഈ ഖബറുകളിലുണ്ട്. നിങ്ങളിൽ പലരുടെയും മക്കൾ ഈ പള്ളിപ്പറമ്പിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളെക്കാണ് വയസ്സ് കുറഞ്ഞ ആളുകൾ ഖബറുകളിലാണ്. നമ്മളോടൊപ്പം കളിച്ചു നടന്നിരുന്ന ആളുകൾ പലരും ഇപ്പൊ ഖബറിലാണ്. സ്കൂളിലും മദ്രസയിലും നമ്മുടെ കൂടെ ഒന്നിച്ചുണ്ടായിരുന്ന ആളുകൾ, നമ്മളോടൊപ്പം ഒന്നിച്ച് ജോലി ചെയ്തിരുന്ന ആളുകൾ, നമ്മളുടെ കളിക്കൂട്ടുകാർ, ആ ആളുകൾ ഇന്ന് 6 അടി മണ്ണിൽ ഒറ്റക്ക് കിടക്കുകയാണ്. ആ ആളുടെ ഖബറിന്റെ അരികിലെത്തുമ്പോ
നിങ്ങൾക്ക് പിന്നീട് ദുനിയാവിന്റെ ആർഭാടങ്ങളോടൊക്കെയും വിരക്തി തോന്നും. കാരണം ഇത്രയുള്ളൂ അവസ്ഥ. എന്നോടൊപ്പം കളിച്ചു നടന്നിരുന്ന മനുഷ്യനാ ആളിപ്പോ കണ്ടോ ഖബറിലാ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഖബറിൽ കിടക്കുന്ന മനുഷ്യരെ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ ദുന്യാവിനോട് നിങ്ങൾക്ക് വിരക്തി തോന്നും. ഭൗതികമായ സുഖങ്ങളിൽ അഭിരമിക്കാൻ പിന്നീട് നിങ്ങൾക്ക് തോന്നുകയില്ല. അതുകൊണ്ട് തന്നെ ദുന്യാവിനോടുള്ള അമിതമായ ആർത്തി കുറഞ്ഞു കിട്ടാൻ ഈ ഖബർ സിയാറത്ത് നിങ്ങൾക്ക് കാരണമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ആത്മീയമായ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഖബർ സന്ദർശനം ബോധ്യം തരും. നമ്മൾ മരിച്ചാൽ മരണത്തോടെ നമ്മുടെ ജീവിതം തീരുകയാണോ? ദുന്യാവിലെ ജീവിതം അവസാനിക്കുന്നുവെങ്കിലും ആത്മീയമായ ലോകത്തെ അനന്തമായ ജീവിതത്തിന്റെ ആരംഭമല്ലേ ഖബർ ജീവിതം. അതുകൊണ്ട് തന്നെ എന്റെ കുറഞ്ഞ കാലത്തെ ജീവിതം അവസാനിച്ചു, ഇനി അനന്തമായ ജീവിതത്തിലേക്ക് ഞാൻ കാലെടുത്തു വെക്കുകയാണ്. ഖബർ സിയാറത്ത് നടത്തുമ്പോൾ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ആ ഖബർ സിയാറത്ത് പ്രധാനമാണ് എന്ന് നിങ്ങൾ അത് നിർവഹിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എപ്പോഴും ഖബർ കണ്ടാൽ വല്ലാതെ കരയും. കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുനീര് താടി രോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങും. അദ്ദേഹം ഖബറിന്റെ പുറത്ത് ഇങ്ങനെ വല്ലാതെ കരയുന്നത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഖബറിന്റെ കാര്യം പറയുമ്പോ വല്ലാതെ കരയുന്നത്? തുദ്കറുൽ ജന്നത്തു വന്നാറു ഫലാ തബ്കി, സ്വർഗത്തിനെ കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോ ആ സ്വർഗം കിട്ടണേ എന്ന് പറഞ്ഞ് നിങ്ങൾ കരയാറില്ല. നരകത്തിനെ കുറിച്ച് പറയുമ്പോ നരകത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടും നിങ്ങൾ കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ ഖബർ എന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ കരയുന്നതിന്റെ കാരണം എന്താണ്? അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ പ്രവാചകരുടെ ഒരു വാക്കുണ്ട്, ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആത്മീയമായ മനുഷ്യന്റെ ജീവിതഘട്ടങ്ങളിൽ ഒന്നാമത്തെ സ്റ്റേജ് ഖബറാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെയും അല്ലാഹുവിന്റെ പ്രവാചകർ ഓർമ്മപ്പെടുത്തുകയാണ്, ഫഇന്ന ജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻഹു, ഖബറിലെങ്ങാനും ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടാൽ പിന്നീടുള്ളത് മുഴുവനും അവന് സിമ്പിളാണ്. ഖബർ ഒന്നാമത്തെ പരീക്ഷയാണ്, ആദ്യത്തെ കവാടമാണ്. ആത്മീയമായ ലോകത്തേക്ക് കടക്കുന്ന മനുഷ്യന്റെ ഒന്നാമത്തെ കടമ്പ ഖബറിൽ രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഖബറിൽ രക്ഷപ്പെട്ടാൽ പിന്നീടുള്ളതൊക്കെയും എളുപ്പമാണ്. അതേ സമയത്ത് ഖബറിലെങ്ങാനും ആ മനുഷ്യൻ ബുദ്ധിമുട്ടിയാലോ, വൈലം യൻജു മിൻഹു, ഖബറിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെട്ടില്ല എങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, ഈ എൻട്രൻസ് എക്സാം തന്നെ ഇക്കോലത്തിലാണെങ്കിൽ ഇനി ബാക്കിയുള്ളത് പറയാനുണ്ടാകൂല, വലിയ ഇടങ്ങേറിലേക്കാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഖബർ സന്ദർശിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു ചിത്രം വരണം. ഇന്ന് ഈ കിടക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അവധി തീർന്ന് അദ്ദേഹം ഖബറിലെത്തി. നാളെ ഇതേ മനുഷ്യന്റെ സ്ഥാനത്ത് ഈ ഖബറുകളിൽ ഞാനാണ് വന്ന് കിടക്കാനുള്ളത്. അതുകൊണ്ടാണല്ലോ ഖബർ സിയാറത്ത് നടത്തുമ്പോൾ നമ്മൾ സലാം പറയുന്നത്. എങ്ങനെയാ ഖബറിന് സലാം പറയാ? നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളൊരു ഖബർ കാണുമ്പോൾ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ, ഈ ഖബറിൽ വസിക്കുന്ന മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. അത്രയും പറഞ്ഞ് നമ്മൾ നിർത്തുന്നില്ല. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞങ്ങളും ഇതാ ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണ്. ഉറപ്പാണ് നമ്മൾക്ക് മരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എന്ന് പറയില്ല. എപ്പോഴാ നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോൾ ഉറപ്പുള്ള കാര്യങ്ങൾക്ക് നമ്മളത് പറയേണ്ടതുണ്ടോ? ഉണ്ടല്ലോ. വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്, എന്ത് കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ അതിന്റെ കൂടെ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. അതിന്റെ പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് ബറക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. രണ്ടാമത് നമ്മൾ മരിച്ചിട്ട് ഈ പള്ളിപ്പറമ്പ് തന്നെ കടന്നോളുന്നില്ലല്ലോ. നമ്മൾ എവിടെയും മരിക്കാലോ, ഏത് സ്ഥലത്തും നമ്മുടെ ഖബറാവാലോ. ഏതായാലും ഓരോ ഖബർ സിയാറത്തിന്റെ നേരത്തും നമ്മൾ പറയുന്ന സലാമിന്റെ കൂടെ തന്നെയുണ്ട്
ഇന്ന് നിങ്ങളാണെങ്കിൽ വൈകാതെ ഞങ്ങളും ഇവിടെ എത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ആ സലാം പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ നടത്തുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഖബർ സിയാറത്ത് നമ്മൾ നടത്തണം. ആ ഖബർ സിയാറത്ത് നമ്മൾ ആത്മീയമായി വളർത്തണം. നമ്മൾക്കും വരാൻ പോകുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കുന്നതിലൂടെ നമ്മളുടെ ജീവിതം തന്നെ നന്നാക്കാൻ അത് പ്രേരണമാവുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താ? നമ്മളെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവർ, ആ ആളുകൾ ഖബറിൽ കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അവരുടെ ആഗ്രഹം മുഅ്മിനീങ്ങളായ ആളുകളുടെ പ്രാർത്ഥന കിട്ടണമെന്നാണ്. മരിച്ചുപോയ നമ്മുടെ വാപ്പയും ഉമ്മയും നമ്മുടെ പ്രിയപ്പെട്ടവരും ഖബറിൽ കിടന്ന് കൊതിക്കുന്നത് എന്താണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മൽ മയ്യിതു ഫിൽ ഖബരി ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിസ്. ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ ഉപമ വെള്ളത്തിൽ മുങ്ങിയ ആളെ പോലെയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ഒരാള് വലിയ വെള്ളക്കെട്ടിൽ അകപ്പെട്ടുപോയി. പുഴയിലോ കടലിലോ ഒരു മനുഷ്യൻ നീന്തമറിയാത്ത ആള് പെട്ടുപോയി. ആ മനുഷ്യൻ രക്ഷപ്പെടാൻ ഒരു പിടിവള്ളി ആഗ്രഹിക്കൂലേ? ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് കൈപിടിച്ചെങ്കിലെന്ന് ആ മനുഷ്യൻ കൊതിക്കൂലേ? ഇതേപോലെയാണ് ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തിരുന്നുവെങ്കിൽ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് ഖുർആൻ ഓതി ഹദിയ ചെയ്തിരുന്നെങ്കിൽ എന്ന് ആ മനുഷ്യൻ കൊതിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. യൻതളിറു ദഅവതൻ തൽഹഖുഹു. ആ മനുഷ്യൻ ആരെങ്കിലും ഒന്ന് ദുആ ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കും. വാപ്പയോ ഉമ്മയോ സഹോദരനോ കൂട്ടുകാരനോ ആരെങ്കിലും എന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ കൊതിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ഇമാം സയ്യിദ് ബക്കരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്, ഓരോ രാത്രിയിലും മരണപ്പെട്ട മനുഷ്യന്മാരുടെ ആത്മാക്കൾ അവരുടെ വീടുകൾ സന്ദർശിക്കും. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകളില്ലേ, ആ ആളുകളുടെ ആത്മാക്കൾ അവരുടെ വീടിന്റെ നേരെ വന്നുകൊണ്ട് പലതവണ വിളിച്ചു പറയും, യാ അഹ്ലി, എന്റെ കുടുംബമേ, വ അഖാരിബി, എന്റെ കുടുംബക്കാരെ, വ വലദി, എന്റെ മക്കളെ, യാ മൻ സകനു ബുയൂതന, ഞങ്ങളുടെ വീടുകളിൽ താമസിക്കുന്നവരെ, വലബിസു സിയാബന, ഞങ്ങൾ ഇട്ടേച്ചുപോയ വസ്ത്രങ്ങൾ ഇപ്പോൾ ധരിക്കുന്നവരെ, വഖതസമു അംവാലന, ഞങ്ങൾ ബാക്കി വെച്ച സമ്പത്തുകൾ ഇപ്പോൾ വീതം വെച്ചിരിക്കുന്നത് നിങ്ങളാണ്. ഹൽ മിൻകും മിൻ അഹദിൻ യുദക്കിറുന, നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? മരിച്ചുപോയ മനുഷ്യരുടെ ആത്മാക്കൾ അവരുടെ വീടിന്റെ നേരെ വന്നുകൊണ്ട് ഓരോ രാത്രിയിലും ചോദിക്കുമെന്ന് ഇമാമിങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ രാത്രിയിലും ചോദിക്കുകയാണ്, വയതഫക്കറുന ഫീ ഗുർബതിനാ, ഞങ്ങൾ ആകെ ഒറ്റപ്പെട്ടിട്ടുണ്ട്, ഖബറിൽ ഞങ്ങൾ ഒറ്റക്കാൻ. നിങ്ങൾ സുഖമായി കുടുംബമായി കഴിയുമ്പോൾ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വല്ല ചിന്തയുമുണ്ടോ? വനഹ്നു ഫീ സിജ്നിൻ തവീൽ വഹിസ്നിൻ ശഹീദ്, ഞങ്ങൾ വളരെ ദീർഘകാലമായി ജയിലുകൾക്ക് സമാനമായ ഖബറുകളിലാണ്, ഞങ്ങൾ ഈ വലിയ കൂട്ടിന്റെ ഉള്ളിലാണ്. ഫർഹമൂനാ യർഹമുകുമുല്ലാഹ്, നിങ്ങൾ ഞങ്ങളോട് കരുണ കാണിക്കണേ, ഞങ്ങളെ നിങ്ങളൊന്ന് ഓർക്കണേ. വലാ തബ്ഖലു അലൈനാ ഖബല അൻ തസീറു മിസ്ലനാ, നിങ്ങളും നാളെ മരിക്കും, ആ മരിക്കുമ്പോളും നിങ്ങൾ കാത്തിരിക്കരുത്, നിങ്ങൾക്ക് ജീവിതമുള്ളപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. പിന്നെയും അവർ പറയുന്നു, ഇന്നൽ ഫളല്ലദീ ഫീ ഐദീകും കാന ഫീ ഐദീനാ, ഞങ്ങളുടെ സമ്പത്ത് ഞങ്ങൾ പോരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങളുടെ സമ്പത്ത് മുഴുവനും ഇപ്പൊ നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളാണ് ഞങ്ങളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്കത് ബാക്കി കിട്ടിയതെന്നറിയോ? വകുന്നാ ലാ നുൻഫിഖു മിൻഹു ഫീ സബീലില്ലാഹ്, ഞങ്ങൾ അതൊന്നും നല്ല കാര്യത്തിന് കൊടുത്തില്ല, സമ്പത്തൊന്നും നല്ല കാര്യത്തിന് ഞങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് അത് ബാക്കിയായപ്പോൾ നിങ്ങൾക്കത് കിട്ടി, നിങ്ങൾ ഇപ്പോൾ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഖബറിൽ കിടക്കുന്ന ഞങ്ങളോ വഹിസാബുഹു വബാലുഹു അലൈനാ, കൊടുക്കാത്തതിന്റെ ശിക്ഷയും ദുരന്തമൊക്കെ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല, അതിന്റെ ശിക്ഷ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളോ ഞങ്ങൾ ബാക്കി വെച്ചു വന്ന സമ്പത്താണെങ്കിൽ ആസ്വദിച്ച് തീർക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാർ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വല്ലതും ചെയ്യണേ എന്ന് ഓരോ ദിവസവും രാത്രിയിൽ നമ്മുടെ വീടിന്റെ മുകളിൽ വന്നുകൊണ്ട് അവരുടെ ആത്മാക്കൾ ആവശ്യപ്പെടുമെന്ന് ഇമാമിങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ നമ്മൾക്ക് മറക്കാൻ പറ്റൂല.
ആ മറക്കാതിരിക്കാൻ തന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും കൃത്യമായി കൊണ്ട് ഖബർ സിയാറത്ത് നടത്തുന്ന ശീലമുണ്ടാവണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ സാറ ഖബറ വാലിദൈഹി ഔ അഹദിഹിമാ, ഒരാൾ മാതാപിതാക്കളുടെ ഖബർ സന്ദർശിച്ചു, രണ്ടാളും മരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഔ അഹദിഹിമാ, അല്ലെങ്കിൽ ഒരാളെ മരിച്ചിട്ടുള്ളൂ, ആരാണോ മരിച്ചത് അവരുടെ ഖബർ നിങ്ങൾ സന്ദർശിച്ചു എന്ന് ഫീ കുല്ലി ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയിലും, അഥവാ ആഴ്ചയിൽ ഒരു ദിവസം, അത് വിശിഷ്യ വെള്ളിയാഴ്ച ഖബർ സിയാറത്തിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. അങ്ങനെ നിങ്ങൾ സിയാറത്ത് നടത്തിയാൽ ഖബറിൽ കിടക്കുന്ന ആൾക്ക് ഏതായാലും അതിന്റെ ഫലം കിട്ടും, നിങ്ങൾക്ക് കൂടി അതിലൂടെ നേട്ടമുണ്ട്. ഗഫറ ലഹു, ആ സ്ഥിരമായി സിയാറത്ത് നടത്തുന്ന മനുഷ്യന് അല്ലാഹു മാപ്പ് കൊടുക്കും. വകതബഹു ബർറ, ആ മനുഷ്യനെ അല്ലാഹു നല്ല മനുഷ്യനായി മാതാപിതാക്കളോട് ഗുണം ചെയ്തവനായിട്ട് അല്ലാഹു രേഖപ്പെടുത്തും. അഥവാ 7 മഹാപാപങ്ങളുണ്ട്, അതിൽപ്പെട്ട ഒരു പാപമാണ് മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ. അത് മഹാപാപമാണ്. അതുകൊണ്ട് തന്നെ മഹാപാപിയായിട്ട് നിങ്ങളെ രേഖപ്പെടുത്തിയാൽ അത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും. എല്ലാ ആഴ്ചയിലും ഒരു തവണ ഉമ്മയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ ഖബർ സിയാറത്ത് നടത്തി അവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്ന ശീലം നിങ്ങൾക്കുണ്ടോ? എന്നാൽ നിങ്ങൾ മഹാപാപിയല്ല, മാതാപിതാക്കളെ ഉപദ്രവിച്ച ആളല്ല എന്ന് നിങ്ങളുടെ കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെടുന്നതാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ ഖബർ സിയാറത്ത് നമ്മൾ നടത്തണം. മാത്രമല്ല അവിടെ പറയുന്നുണ്ട്, ഒരാള് ആഴ്ചതോറും ഖബർ സിയാറത്ത് നടത്തി ഫഖറഅ ഇൻദഹു യാസീൻ വൽ ഖുർആനിൽ ഹകീം, സൂറത്ത് യാസീൻ ഖബർ സിയാറത്തിന് നേരത്തെ ഓതുകയും ചെയ്താൽ വഫറ ലഹു ബിഅദദി ദാലിക ആയതൻ വ ഹർഫ, ഈ യാസീനിലെ ആയത്തിന്റെയും യാസീനിലെ ഓരോ അക്ഷരങ്ങളുടെയും എണ്ണത്തിനനുസരിച്ചുകൊണ്ട് ഈ സിയാറത്ത് നടത്തുന്നവന് അല്ലാഹു മാപ്പ് നൽകും. അഥവാ ഖബർ സിയാറത്ത് നടത്തിയാൽ മരിച്ച ആൾക്ക് മാത്രമല്ല ലാഭം, മരിച്ച ആൾക്ക് ഏതായാലും ഗുണമാണ്. ആ മരിച്ച ആൾക്ക് ഗുണം കിട്ടാനാണല്ലോ നമ്മൾ പ്രാർത്ഥന നടത്തുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഗുണം കിട്ടുന്നതോടൊപ്പം സിയാറത്ത് നടത്തുന്ന നമ്മൾക്ക് കൂടി അല്ലാഹു വലിയ പ്രതിഫലം നൽകുമെന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ, അവർ മരിച്ചില്ലേ, ഇനിയിപ്പോ നമ്മൾ അവരെ സിയാറത്ത് നടത്തിയാലും അവരെ മൈൻഡ് ചെയ്താലും ഇല്ലെങ്കിലും അവരിനി അറിയാൻ പോകുന്നില്ല എന്ന ചിന്ത നമ്മൾക്ക് വേണ്ട. നമ്മൾ മരിച്ചുപോയ ആളുകളുടെ ഖബറിന്റെ അരികിലേക്ക് വന്നാൽ അവരറിയോ? നമ്മളെ പല ആൾക്കാരും മരിച്ചുപോയില്ലേ, ആ ആളുകളുടെ ഖബറിന്റെ അരികിലേക്ക് നമ്മൾ പോവേണ്ട കാര്യം എന്താ? നമ്മൾ വീട്ടിൽ നിന്ന് യാസീൻ ഓതിയാൽ പോരെ, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ പോരെ, മതി, അവർക്ക് കിട്ടും. പക്ഷേ മയ്യത്തിന്റെ അരികിലുള്ള നിങ്ങളുടെ സാന്നിധ്യം ഈ മയ്യത്ത് തിരിച്ചറിയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന് സേവനം ചെയ്ത ഖാദിമാണ് അനസ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയാണ്, ഇന്നൽ അബ്ദ ഇദാ ബുലിഅ ഫീ ഖബരിഹി, ഒരു മനുഷ്യനെ ആളുകൾ വന്ന് ഖബറടക്കി, വതവല്ല അൻഹു അസ്ഹാബുഹു, ഖബറടക്കം കഴിഞ്ഞ ആളുകളൊക്കെ പിന്തിരിഞ്ഞു പോവുകയാണ്. വ ഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹിം, ആളുകൾ പിന്തിരിഞ്ഞു പോകുന്ന വേളയിൽ അവരുടെ ചെരുപ്പ് നിലത്ത് തട്ടുമ്പോൾ ശബ്ദം ഉണ്ടാവുകയല്ലോ, അതാണ് ഖർഅനി ആലിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ ചെരുപ്പ് നിലത്ത് തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. ആ ശബ്ദം പോലും ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ കേൾക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരിയിൽ 1374 ഹദീസാണ്. അഥവാ നമ്മൾ ഖബറിന്റെ അരികിൽ വന്നാൽ നമ്മളെ സാന്നിധ്യം അവർ അറിയും, നമ്മളുടെ ശബ്ദം അവർ കേൾക്കും, അവർക്കത് മനസ്സിലാവും. കാരണം ഈ ഭൗതികമായ ബോഡിയെ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുള്ളൂ. ഒരു മനുഷ്യനും മരിക്കുമ്പോൾ അയാൾ ആത്മാവ് മരിക്കുന്നില്ല, മനുഷ്യന്റെ റൂഹ് മരിച്ചു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ റൂഹിന് എപ്പോഴും കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവുകൾ നിലനിൽക്കുന്നുണ്ട്. ആ ഖബറിന്റെ അരികിലുള്ള നമ്മളുടെ സാന്നിധ്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. വലിയൊരു ഹദീസാണ്, അതിന്റെ ആമുഖം മാത്രം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ ആ ഖബറിന് പ്രത്യേകം സലാം പറയണം. എങ്ങനെ ഖബറിന്റെ അടുക്കൽ സലാം പറയേണ്ടത്? ഫത്ഹുൽ മുഈനിൽ അത് വിശദീകരിക്കുന്നുണ്ട്. നമ്മളൊരു മഖ്ബറയിലേക്ക് ചെല്ലുമ്പോ, ഒരു ഖബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോ മൊത്തത്തിൽ ഒരു സലാം ആദ്യം പറയണം. അതാണ് അവിടെ എഴുതി വെച്ചത്, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ. അത് മൊത്തത്തിൽ നമ്മൾ സലാം പറയേണ്ടതാണ്. അതേ സമയത്ത് നമ്മുടെ വാപ്പന്റെ ഖബറിന്റെ അരികിലെത്തുമ്പോൾ പ്രത്യേകമായിട്ട് വാപ്പയ്ക്ക് സലാം പറയണം. അസ്സലാമു അലൈക്കും യാ അബി. ജീവിതകാലത്ത് വാപ്പയോട് എങ്ങനെ സലാം പറഞ്ഞു നിങ്ങൾ?
ഇനി ഉമ്മയോട് അസ്സലാമു അലൈക്കും യാ ഉമ്മി, മക്കളോട് അസ്സലാമു അലൈക്കും യാ വലദി. ഇങ്ങനെ ഒരു മനുഷ്യനെ നേർക്ക് വിളിച്ചുകൊണ്ട് എങ്ങനെയാണോ സലാം പറഞ്ഞത്, അതേപോലെ നിങ്ങൾ ഖബറിൽ കിടക്കുന്നവരോട് ആദ്യം മൊത്തത്തിൽ മക്ബറയിലേക്ക് കിടക്കുമ്പോൾ ഒരു സലാം പറയുകയും, നിങ്ങൾ ആരെയാണോ സിയാറത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത് അവരരികിലെത്തുമ്പോൾ അവരെ പ്രത്യേകമായി കൊണ്ട് അഡ്രസ് ചെയ്തുകൊണ്ട് ഒരു സലാം പറയുകയും വേണം. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ മിൻ അഹദിൻ യമുറു ബിഖബ്രി അഖീഹി, ഒരാള് തന്റെ സഹോദരന്റെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുന്നു. കാന യഅരിഫുഹു ഫിദ്ദുനിയ, ദുനിയാവിൽ നമുക്ക് അറിയുന്ന ആളാണ്. ഈ ഇരിക്കുന്ന നിങ്ങൾ പലരുടെയും സഹോദരങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അറിയുന്ന ആളുകൾ, കൂട്ടുകാർ പലരുമില്ലേ? ദുനിയാവിൽ നിങ്ങളെ പരിചയമുള്ള ഒരാളുടെ ഖബറിന്റെ അരികിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ ഫയുസല്ലിമു അലൈഹി, ആ മനുഷ്യനോട് നിങ്ങൾ സലാം പറഞ്ഞു. നിങ്ങൾക്ക് അറിയുന്ന ഒരാൾ ഈ ഖബറിൽ കിടക്കുന്നു, അയാളെ ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ നമ്മളെ കൂടെ പഠിച്ച ഒരാളാ, അപ്പൊ അയാളോട് പ്രത്യേകമായിട്ട് നിങ്ങളൊരു അസ്സലാമു അലൈക്കും യാ അഖി, സഹോദര അസ്സലാമു അലൈക്കും നിങ്ങൾ പറഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഇല്ല അറഫഹു, ആ മനുഷ്യന് മനസ്സിലാകും. എന്റെ കൂട്ടുകാരൻ ഇതിലൂടെ നടന്നു പോയപ്പോൾ എന്നോട് മുഖം തിരിച്ചില്ല, എന്നെ അവഗണിച്ചില്ല, എന്നെ പരിഗണിച്ചു എന്ന് ഖബറിൽ കിടക്കുന്ന ആ മനുഷ്യന് മനസ്സിലാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സക്കറാത്തിന്റെ വേളയിൽ അദ്ദേഹത്തിന്റെ അരികിലിരുന്നു കൊണ്ട് പലരും സങ്കടപ്പെടുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മകൻ അവിടെ വന്നു. ആ സമയത്ത് മകനോട് വസിയ്യത്തായി കൊണ്ട് വാപ്പ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ കരയുന്ന ആളുകൾ ആരും എന്റെ കൂടെ വരാൻ പാടില്ല. അഥവാ വീട്ടിൽ പലപ്പോഴും ആർക്കെങ്കിലുമൊക്കെ ഒരു വലിയ അപകടം പറ്റുമ്പോൾ, മരണം പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കരച്ചിൽ തുടങ്ങും. അതിനായിട്ട് തീരെ ക്ഷമയില്ലാത്ത കുറെ ആൾക്കാരുണ്ടാകും. അപ്പോ ഇങ്ങനെ അലമുറയിട്ട് കരയുന്ന ആളുകൾ എന്റെ കൂടെ വരരുത് എന്ന് അദ്ദേഹം പ്രത്യേകമായിട്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്, ഫഇദാ ദഫൻതുമൂനി, എന്നെ ഖബറടക്കി കഴിഞ്ഞാൽ ഫശുന്നു അലയ്യ തുറാബ ശന്ന, മണ്ണ് ഖബറിലേക്ക് വെച്ച് അതിന്റെ മുകളിൽ പലക വെച്ചാൽ പിന്നീട് നമ്മൾ മണ്ണ് വാരിയിടുമല്ലോ, അതേപോലെ നിങ്ങൾ മണ്ണ് വാരിയിടണം. സുമ്മ അഖീമു ഹൗല ഖബ്രി, പിന്നീട് നിങ്ങൾ പെട്ടെന്ന് പോവരുത്. നമ്മളെന്താ ചെയ്യല്? മണ്ണ് വാരിയിട്ട് നമുക്ക് അപ്പം കൈയ്യഴിക്കണം, പിന്നെ നമ്മൾ അവിടുന്ന് പോകുമ്പോ വൈക്കലൊരു വെള്ളം ഉണ്ടാവും, അത് കുടിച്ചാൽ പോകാനുള്ള സർട്ടിഫിക്കറ്റായി. പിന്നെ ആ പഴം തിന്ന് ആ വെള്ളം കുടിച്ചിട്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് പോകും. സഹാബിയാണ് വസിയ്യത്ത് ചെയ്യുന്നത്, നിങ്ങൾ പെട്ടെന്ന് പോവരുത്. അഖീമു ഹൗല ഖബ്രി, എന്റെ ഖബറിന്റെ അരികിൽ നിങ്ങൾ നിൽക്കണം. ഖദറമാ തുൻഹറു ജസൂർ, ഒരു ഒട്ടകത്തിനെ അറുത്തതിനെ കഷ്ണമാക്കാൻ ആവശ്യമായ സമയം ഏകദേശം 1 മണിക്കൂറോളം സമയമെടുക്കും, അതിൽ കൂടുകയുള്ളൂ. അത്രയും സമയം നിങ്ങൾ ആ ഖബറിന്റെ അരികിൽ നിൽക്കണമെന്ന്. നിങ്ങൾ അവിടെ നിന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ട്. സഹാബിയാണ് പറയുന്നത്, നിങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. ഖബറിന്റെ പുറത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് സമാധാനം കിട്ടുമെന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഖബറിന്റെ അരികിൽ നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ വാപ്പമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ അവർക്കത് മനസ്സിലാകും. നമ്മൾ സലാം പറയുമ്പോൾ അവർക്ക് ആ സലാം മടക്കാൻ പറ്റും. ആ ആളുകൾക്ക് വേണ്ടി നമ്മൾ വല്ലതും പുണ്യകർമ്മങ്ങൾ ചെയ്താൽ ആ ആളുകൾക്ക് അതിന്റെ ഫലവും ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഖബറിന്റെ അരികിൽ വന്ന് നല്ല കാര്യങ്ങൾ ചെയ്യണം. മയ്യത്തിന്റെ അരികിൽ വെച്ച് മോശമായ പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് മയ്യത്തിന്റെ അരികിൽ വന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന ഏർപ്പാട് പറ്റുകയില്ല. നിങ്ങൾ നോക്കൂ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. അബ്ദുല്ലാഹ് ബിൻ അബീ മുലൈക റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകള് മരണപ്പെട്ടു പോയി. അവിടെ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള പ്രമുഖരായ സഹാബിമാരൊക്കെ അവിടെ വന്നു. ഈ പറയുന്ന ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബി പറയാണ്, ഞാനും ഇവരുടെ മുമ്പിലായിക്കൊണ്ട് തന്നെയുണ്ട്. അബ്ദുല്ലാഹ് ബിൻ ഉമർ വലിയ പ്രമുഖനായ സഹാബിയാണ്. അതേപോലെ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസും അങ്ങേയറ്റം വലിയ നേതൃത്വത്തിലെത്തിയ സഹാബിയാണ്. ഞാൻ അവരുടെ അരികിലുണ്ട്. അങ്ങനെ അതാ ഞങ്ങൾ ആ മയ്യത്തിന്റെ അനന്തര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അവിടെ ആ വീട്ടിലിങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഫഇദാ സൗത്തും മിനദ്ദാർ, വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ കരച്ചിൽ കേൾക്കുകയാണ്. അങ്ങനെ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, അവിടെയുള്ള ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, അലാ തൻഹാ അനിൽ ബുകാ, അവരോട് കരയണ്ടെന്ന് പറ. ആരെങ്കിലുമൊക്കെ അലമുറയിട്ട് ഇങ്ങനെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരിച്ചാൽ ഇങ്ങനെ കരയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോട് കരയരുത് എന്ന് പറയണം. മനുഷ്യന് ആരെങ്കിലുമൊക്കെ മരിച്ചാൽ സങ്കടമുണ്ടാകും, സ്വാഭാവികമായിട്ടും കണ്ണുനീര് വരും, അതിന് കുഴപ്പമില്ല. അതേ സമയത്ത്
നമ്മൾക്ക് ഈ മരിച്ചത് ഒരിക്കലും ക്ഷമിക്കൂല, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖദാഇൽ നമ്മൾ തൃപ്തരല്ല എന്നുള്ള തരത്തിൽ അലമുറയിട്ട് കരയുകയും കുപ്പായം വലിച്ചു കീറുകയും അവിടെ വലിയൊരു ദുരന്തത്തിന്റെ സീനുണ്ടാക്കുകയും ചെയ്യുന്ന സ്വഭാവം, ആ വിധത്തിലുള്ള കരച്ചിലാണ് പാടില്ല എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങളാണ് ഇത് പഠിപ്പിച്ചത്. റസൂലുള്ളാഹി തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്ന് പറയുന്ന പൊന്നുമോൻ മരണപ്പെട്ട വേളയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നനഞ്ഞു, കണ്ണുനീരിങ്ങനെ ഒഴുകി വന്നു. സഹാബത്ത് ആ സമയത്തൊന്നും മിണ്ടിയില്ല. പിന്നീട് ഒരിക്കൽ സഹാബികൾ ചോദിച്ചു, നബിയെ നിങ്ങളല്ലേ പറഞ്ഞത് ആരെങ്കിലും മരിച്ചാൽ കരയാൻ പാടില്ല എന്ന്, എന്നിട്ട് നിങ്ങളെ കുട്ടി മരിച്ചപ്പോ നിങ്ങൾ കരഞ്ഞല്ലോ, അതെന്താ നിങ്ങൾ അങ്ങനെ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. നാട്ടിൽ നടക്കുന്നതെന്താ, ആരെങ്കിലും മരിച്ചാൽ അക്ഷമ പ്രകടിപ്പിച്ചുകൊണ്ട് അലമുറയിട്ട് കരച്ചിലാണ്. ആ കരച്ചിൽ ഇന്നൽ മയ്യിത ലയുഅസ്സബു ബിബുകാഇ അഹ്ലിഹി, ആ വിധത്തിലുള്ള കരച്ചിൽ പറ്റൂല, അത് മയ്യത്തിന് ദോഷമാണ്, മയ്യത്തിന് അദാബ് ലഭിക്കാൻ അത് കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ മരിച്ചാൽ നമ്മൾക്ക് പ്രയാസങ്ങളുണ്ടാകും, നമ്മുടെ പ്രിയപ്പെട്ടവർ വേർപ്പെടുമ്പോൾ നമ്മൾക്ക് സങ്കടമുണ്ടാകും, അതിന് കണ്ണുനീര് വരാൻ പാടില്ല എന്നല്ല ഈ പറഞ്ഞത്. ആ വിധത്തിൽ നമ്മൾക്ക് സങ്കടമുണ്ടാവാം, അതേ സമയത്ത് വല്ലാത്ത അലമുറയിട്ട് കരയുകയും എന്നിട്ട് ബോധം കെട്ടി വീഴുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകരുത്, അത് അനുവദിക്കപ്പെടുന്നതല്ല. ഖബറിൽ മനുഷ്യന്മാർക്ക് അദാബ് ഉണ്ടാകുമ്പോൾ ആ അദാബ് ലഘൂകരിക്കാനുള്ള മാർഗങ്ങളാണ് ഖബർ സിയാറത്ത്. അതാണല്ലോ പറഞ്ഞത്, നിങ്ങൾ എന്റെ അരികിൽ വന്ന് നിൽക്കണം, അവിടുന്ന് ഖുർആൻ ഓതണം. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയ ഒരു ഹദീസുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ രണ്ട് ഖബറിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. വളരെ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ ആരും വേണ്ടത്ര പരിഗണിക്കാത്ത രണ്ട് കാര്യങ്ങൾ. ആ കാര്യങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്നഹുമാ ലയുഅസ്സബാൻ, ഈ ഖബറിൽ കിടക്കുന്ന രണ്ട് മനുഷ്യന്മാരും അദാബിലാണ്. വമാ യുഅസ്സബാനി ഫീ കബീർ, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വലിയ എന്തോ തെറ്റൊന്നും ചെയ്തിട്ടല്ല അവർ അദാബിലായത്, ഈ ഖബറിൽ കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നത്. അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ, ഒന്നാമത്തെ ആള് മൂത്രമൊഴിക്കുമ്പോൾ പാലിക്കേണ്ട അദബുകളൊന്നും പാലിക്കാത്ത ആളാണ്. മൂത്രമൊഴിക്കുമ്പോൾ നജസ് പൂർണ്ണമായും ഒഴുകിക്കളയണം, കുറച്ചങ്ങോട്ട് ഒഴിച്ചു കളഞ്ഞ് ബാക്കിയുള്ളത് കുടഞ്ഞു പോരരുത്, കൃത്യമായി ശുദ്ധിയാക്കുകയും പിന്നീട് മൂത്രം ശരീരത്തിലാവാൻ സാഹചര്യമുണ്ട് എങ്കിൽ അതുകൂടി ഒഴുകിപ്പോകുന്നത് വരെ കാത്തിരിക്കുകയും വേണം. അങ്ങനെ പൂർണ്ണമായും ശുദ്ധീകരിക്കേണ്ട ആ ഒരു സംസ്കൃതി പാലിക്കാത്ത മനുഷ്യനാണ്. വേണ്ടത്ര ആ വിഷയത്തിൽ അദ്ദേഹം ശ്രദ്ധ കൊടുക്കാറില്ല. ഇപ്പൊ നമ്മുടെ പള്ളികളിലൊക്കെ നിന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങൾ ഉണ്ടാകും, എല്ലാവരും കൂടി അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അത് മുട്ടുവളയാത്ത, ഇരിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടുള്ള മനുഷ്യന്മാരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സൗകര്യമാണത്. അതേ സമയത്ത് വളരെ സൂക്ഷിക്കണം, കാരണം നമ്മുടെ ശരീരത്തിലേക്ക് നജസ് തെറിച്ചാൽ പിന്നെ നമ്മുടെ ആ വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും പിന്നെ നമ്മൾ നിസ്കരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ യാതൊരു ശ്രദ്ധയുമില്ലാതെ നജസ് ശരീരത്തിലാകുന്ന തരത്തിലേക്ക് നമ്മൾ ആരും പോവരുത്. അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാണ് റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, ആ ഒരൊറ്റ വിഷയത്തിൽ ഈ മനുഷ്യൻ ഖബറിൽ അദാബിലാണ് എന്ന്. രണ്ടാമത്തെ ആളുടെ കുഴപ്പം എന്താണ്? ഫകാന യംശി ബിന്നമീമ, ഏഷണി പറഞ്ഞു നടക്കുന്ന ആളാണ് രണ്ടാമത്തെ ആള്. ആളുകളെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക, അത് നമ്മളിപ്പോ വ്യാപകമായി ചെയ്യുന്ന ഏർപ്പാടല്ലേ. നമ്മൾക്ക് ആരോടെങ്കിലും വലിയ ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ആ മനുഷ്യനെ കുറ്റം പറയൽ സ്വാഭാവികമാണ്. ആ മനുഷ്യന്റെ കുറ്റം നമ്മൾ മറ്റുള്ളവരോട് പറയും. ഇപ്പോഴാണെങ്കിൽ അതിന് കുറച്ചുകൂടി വ്യാപ്തി കൂടിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ എത്രമാത്രം തിന്മകളാണ് ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്നത്. വളരെ സൂക്ഷിക്കണം. ശരിയാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞാൽ ഗുണമുണ്ടെങ്കിലേ പറയേണ്ടതുള്ളൂ. നമുക്ക് 100% ശരിയാണെന്ന് ഉറപ്പുള്ള കാര്യമാണ്, പക്ഷെ അത് പറഞ്ഞിട്ടൊരു ഫലവുമില്ല, പറഞ്ഞത് കൊണ്ടൊരു കാര്യമില്ല, എന്നാ അത് പറയണ്ട. അപ്പോഴാണ് നമ്മൾ നുണ പ്രചരിപ്പിക്കുന്നത്. സത്യം തന്നെ ആ ഗുണമില്ലെങ്കിൽ പറയരുത് എന്നാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ കള്ളം പ്രചരിപ്പിക്കുക? വളരെ സൂക്ഷിക്കേണ്ട സംഗതിയാണ്. രണ്ട് തിന്മകൾ, നമ്മൾക്ക് നിസ്സാരമെന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങൾ, ആ തിന്മ ചെയ്തിട്ട് ഇവർ ഖബറിൽ അദാബിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ട് നബി തങ്ങൾ അതിനൊരു പരിഹാരവും ചെയ്യണം. എന്താ പരിഹാരം? ഒരു ഈത്തപ്പനയുടെ ഓലയെടുത്തു, ഉണങ്ങാത്ത ഈത്തപ്പനയുടെ ഓലയെടുത്ത് അത് 2 പീസാക്കി ചീന്തിയിട്ട് ഓരോ ഖബറിന്റെ മുകളിലും ഓരോ പീസ് കുത്തിവെച്ചു. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ലിമ ഫഅൽത ഹാദാ, എന്തിനാണ് ഈ പണി? ഇവർ അദാബിലാണെന്ന് പറഞ്ഞതൊക്കെ, അതിന് ഈ ഓല കുത്തിവെച്ചത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ലഅല്ലല്ലാഹു യുഖഫിഫു അൻഹുമാ,
ഈ മരകഷ്ണത്തിന്റെ ഈ പച്ച ചെടിയുടെ തസ്ബീഹുണ്ടല്ലോ, അതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന് അള്ളാഹു ശിക്ഷയിൽ ലഘൂകരണം കൊടുക്കും. ഇവർ അദാബിലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, ആ അദാബിന് ലഘൂകരണം കിട്ടും. എന്ത് ചെയ്താൽ മതി? അവിടെ തസ്ബീഹ് ചൊല്ലിയാൽ മതി. അതിനെപ്പോഴും അവിടെ ഇരുന്ന് നമുക്ക് തസ്ബീഹ് ചൊല്ലാൻ വയ്യല്ലോ, അതുകൊണ്ടൊരു പരിഹാരമാണ് ഖബറിന്റെ പുറത്ത് വെക്കുന്ന ഈ ചെടി. നമ്മളിങ്ങനെ ഖബറിന്റെ പുറത്തൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഇലകളുള്ള ചെടികൾ വെക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. എന്താ കാരണം? ഈ ചെടിയുടെ ഓരോ ഇലകൾക്കും തസ്ബീഹുണ്ട്. ആ തസ്ബീഹിന്റെ ബറക്കത്ത് ഈ ഖബറിൽ കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കിട്ടും. ആ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് അദാബിൽ ലഘൂകരണം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇടക്കിടക്ക് ഖബറിന്റെ അരികിൽ നമ്മൾ പോകണം. അതിനാണല്ലോ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും പോകണമെന്നും ആ ഖബറിന്റെ പുറത്തൊരു ചെടി ഉണ്ടായാൽ അതുകൊണ്ട് ഗുണം കിട്ടുമെന്നും ആ ചെടിയുടെ തസ്ബീഹ് കൊണ്ട് തന്നെ ബറക്കത്താണെങ്കിൽ മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഖുർആൻ പാരായണവും നിങ്ങളുടെ ദിക്റുകളും നിങ്ങളുടെ ഹദിയകളും ആ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുമെന്നും എല്ലാം കൊണ്ടും മനസ്സിലാക്കാം. റസൂലുള്ളാഹി തങ്ങളുടെ പ്രവൃത്തി കൊണ്ടും നമ്മൾക്കത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഏതായാലും ഖബർ സിയാറത്ത് നടത്തണം. അത് സുന്നത്തായ ഒരു കാര്യമാണ്. ഖബർ സിയാറത്ത് നടത്തൽ സുന്നത്താണ്. അതേ സമയത്ത് ഈ ഖബർ സിയാറത്ത് കൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വളരെ കൂടുതലുമാണ്. ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്ത നമ്മൾക്കുണ്ടാകും. അതോടൊപ്പം ദുനിയാവിനോടുള്ള നമ്മളുടെ ആർത്തി കുറഞ്ഞു കിട്ടുകയും ചെയ്യും. എന്നാൽ ഈ ഖബർ സിയാറത്ത് നടത്തുന്ന ചില ആളുകളുണ്ട്, ആ ആളുകൾക്ക് തീരെ ക്ഷമയുണ്ടാവുകയില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് സാധാരണഗതിയിൽ ഖബർ സിയാറത്ത് സുന്നത്തില്ല. ഒരാളുടെ വാപ്പയോ ഉമ്മയോ അങ്ങനെ ഒരു വലിയോ അല്ലെങ്കിൽ ഒരു നബിയോ ഒന്നുമല്ല, ഒരു സാധാരണക്കാരനായ ഒരാളാണ്. അങ്ങനത്തെ ഒരാൾ മരിച്ചാൽ പുരുഷന്മാർക്ക് ആ ഖബർ സിയാറത്ത് നടത്തൽ സുന്നത്തുണ്ട്, സ്ത്രീകൾക്ക് ആ ഖബർ സിയാറത്ത് നടത്തൽ സുന്നത്തില്ല. അതേ സമയത്ത് പ്രവാചകന്മാരുടെ, ഔലിയാക്കന്മാരുടെ, സ്വാലിഹീങ്ങളുടെ ഖബറുകളോ അത് സ്ത്രീകൾക്കും സിയാറത്ത് ചെയ്യാം, അത് അവർക്കും സുന്നത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ സ്ത്രീകൾ പൊതുവെ ഖബർ സിയാറത്തിന് വരാത്തത്. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മദീനയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഖബർസ്ഥാനിൽ ഒരു പെണ്ണ് വല്ലാതെ അലമുറയിട്ട് കരയുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇസ്ബിരി, പെണ്ണെ നീ എന്തായി കാണിക്കുന്നത്, നീ എന്ന് ക്ഷമിക്ക്. റസൂലുള്ളാഹി തങ്ങൾ അവരോട് കൽപ്പിച്ചു. ആ പെണ്ണ് അതൊന്നും ശ്രദ്ധിച്ചില്ല, ആരാണ് ഈ പറയുന്നതെന്ന് പോലും നോക്കിയില്ല. റസൂലുള്ളാഹി തങ്ങളാണെന്നൊന്നും അറിയാതെ ആ പെണ്ണ് പറഞ്ഞു, ഇലൈക അന്നി, മാറി നിൽക്കട എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. റസൂലുള്ളാഹി തങ്ങൾ ഈ പെണ്ണിന്റെ കരച്ചിൽ ഒന്ന് ഒതുക്കാൻ വേണ്ടി പറഞ്ഞപ്പോ പെണ്ണ് ക്ഷമിക്കുന്നില്ല, മാറി നിൽക്ക് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറയാൻ. നബി തങ്ങൾ അവിടുന്ന് പോയി. പിന്നീട് ആരോ വന്ന് പറഞ്ഞു, എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? റസൂലുള്ളാഹി തങ്ങളോട് മാറി നിൽക്കാനോ? ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലല്ലേ നിങ്ങളോട് ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞത്? അപ്പൊ ഉമ്മ പറയാൻ, നബി തങ്ങളായിരുന്നോ പറഞ്ഞത്? ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ സങ്കടത്തിന്റെ ആധിക്യത്താൽ ഞാൻ അങ്ങനെ പൊട്ടിക്കരയുമ്പോ ആരാണ് വന്ന് പറയുന്നത് എന്നൊന്നും ഞാൻ നോക്കിയില്ല. അതുകൊണ്ടാണ് പിന്നീട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന ആ പാവം ഉമ്മ മാപ്പ് പറഞ്ഞു, നബിയെ നിങ്ങളാണെന്ന് അറിഞ്ഞിരുന്നില്ല. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊല, നമ്മൾ എപ്പോഴാ ക്ഷമിക്കേണ്ടത്? ഒരു ദുരന്തം ഉണ്ടാകുമ്പോ പടച്ചോനെ കുറെ കുറ്റം പറഞ്ഞ് ജനങ്ങളോട് മുഴുവനും വെറുപ്പ് കാണിച്ച് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അക്ഷമ പ്രകടിപ്പിച്ച് പിന്നെ നമുക്ക് അവസാനം തോന്നി, ഇനിയിപ്പോ ഏതായാലും ക്ഷമിക്കല്ലേ, ഇനി ക്ഷമിക്കണ്ട. നമ്മൾ ചെയ്യാനുള്ളത് മാത്രം തെറ്റുകൾ ചെയ്തിട്ട് യാതൊരു ക്ഷമയുമില്ലാത്ത പ്രവർത്തനങ്ങൾ കുറെ ചെയ്തിട്ട് അവസാനം പിന്നെ ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അസ്സബ്റു ഇൻദ സ്വദമത്തിൽ ഊല, ഒരു ദുരന്തം സംഭവിച്ചാൽ ആദ്യം തന്നെ ക്ഷമിക്കണം. അതുകൊണ്ട് ആ ക്ഷമ സ്ത്രീകൾക്ക് വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവർ വന്ന് ഖബർ സിയാറത്ത് നടത്തേണ്ടതില്ല, അത് അവർക്ക് സുന്നത്തില്ല എന്ന് പറഞ്ഞത്. അതേസമയത്ത് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ പ്രിയപ്പെട്ടവരുടെ ഖബർ കണ്ടു എന്ന് കരുതിയിട്ട് ഹറാം എന്ന് പറയാനും പറ്റൂല. കാരണം റസൂലുള്ളാഹി തങ്ങൾ ഈ സിയാറത്ത് ചെയ്ത പെണ്ണിനോട് നീ ഖബർ സിയാറത്ത് നടത്തിയത് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഖബർ സിയാറത്ത് നടത്തുമ്പോൾ ഖബറിന്റെ അരികിൽ വരണം. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ സലാം പറയണം. സലാം പറയുന്ന രൂപം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഖുർആൻ ഓതണം. ഖുർആൻ ഓതിയിട്ട് നമ്മൾക്ക് എത്രയാണോ ഓതാൻ പറ്റുന്നത് അത്രയും ഓതണം. പിന്നീട് ആ ഓതിയ ഖുർആൻ അവർക്ക് വേണ്ടിയിട്ട് ഹദിയ ചെയ്യണം. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യണം. ആ ഒരു സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മുടെ നാടുകളിൽ നമ്മൾ പൊതുവെ പള്ളിയുടെ ഖബർസ്ഥാൻ എന്താ പറയാ, പള്ളിപ്പറമ്പ് എന്നാ പറയും. പള്ളിപ്പറമ്പ് എന്നല്ലേ നമ്മൾ പറയാം. പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറടക്കി പോകുന്നു എന്ന് പറയും. യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറമ്പ് എന്നുള്ള ആ കൺസെപ്റ്റ് മാറ്റിയിട്ട്
ഖബറിടങ്ങളിലേക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവരെ ഇടയ്ക്കിടയ്ക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റുന്ന രൂപത്തിൽ സൗകര്യമാക്കണം. വലിയ ആർഭാടങ്ങളാക്കാനും പറ്റൂല. കാരണം ഖബർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആഖിറ ഓർമ്മ വരണം. അലങ്കാരങ്ങൾ കൂടിയിട്ട് ആഖിറം മറന്നു പോകുന്ന തരത്തിലേക്ക് ഖബറുകളെ നമ്മൾ കൺവെർട്ട് ചെയ്യാനും പാടില്ല എന്ന് കരുതിയിട്ട് ആകെ കാട് മൂടി ഒരു മനുഷ്യനും അങ്ങോട്ട് വരാൻ പറ്റാത്ത രൂപത്തിൽ പള്ളിപ്പറമ്പ് വെറും കാടായി പോകാനും പാടില്ല. സിയാറത്തിന് സൗകര്യപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഖബറുകളെയൊക്കെ നമ്മൾ ഒരുക്കി വെക്കണം. ഖബറിന്റെ അരികിൽ നിന്ന് പോയി നോക്കുകയും അവിടെ ഒന്ന് ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആക്കുകയും ചെടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല ചെടികൾ വെക്കുകയും അവിടെ നിന്ന് ഖുർആൻ ഓതി അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുകയൊക്കെ വേണം. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ സിയാറത്ത് ചെയ്യുന്ന ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു നമ്മൾക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ മരിച്ചാലും നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന തലമുറകളെ, സന്താന പരമ്പരയെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.